ഇതെന്തോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? വാ, എഴുന്നേറ്റ് വാ, എനിക്ക് വിശക്കുന്നു. എല്ലാം കഴിക്കാം. ഇപ്പോൾ ഇന്നലെ പുറത്തുനിന്ന് കഴിച്ചോണ്ടാന്ന് തോന്നുന്നു എന്തോ ഒരു അസ്വസ്ഥത വയറ്റിന്. എന്ത് പറ്റി? ഗ്യാസ് കയറിയതാണോ? ആണെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വയറ്റിനകത്ത് ഭയങ്കര അസ്വസ്ഥത. നീ ഇവിടെ ഇരിക്കേ, ഞാനൊരു സാധനം എടുത്തിട്ട് വരാം. ഇത് ഒരെണ്ണം ഒന്ന് കഴിച്ചു നോക്കി. ഇതെന്തോ ചേച്ചി? കഴിച്ചു നോക്ക്, എന്നിട്ടൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. അത് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടെന്ന് എന്നോട് പറ. ചേച്ചി ഇതെന്തുവായിരുന്നു ആ സാധനം? എങ്ങനെയുണ്ട്? കൊള്ളാൻ കേട്ടോ, നല്ല ആശ്വാസമുണ്ട്. ഇച്ചിരി കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് തരണേ. അയ്യോ, അത്രേ ഉള്ളായിരുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമോ? ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാ. ഇത് 7 ദിവസം വേണം അത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഇഞ്ചി നാരങ്ങ ഇരിപ്പുണ്ടോ? ആ, ഇരിപ്പുണ്ട്. ഉണ്ടെങ്കിൽ എടുത്തോണ്ടോ, നമുക്കിപ്പോ തന്നെ തുടങ്ങാം. അതാണ്ട് ഇത്രയും നാരങ്ങ ഇഞ്ചിയുണ്ട്. ഇത് മതി. ഇത് മതി. ഇനിയുണ്ടോ? ഇത് അരിയുന്നതിനൊരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണം. ആദ്യം നമുക്കിതൊന്ന് ചിരണ്ടി എടുത്തിട്ട് കഴുകി എടുത്തോണ്ട് വരാം. ചേച്ചിക്ക് ഇതെങ്ങനെ അറിയാം ഇതൊക്കെ? ഇതൊക്കെ പണ്ടുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ലേ. ഇതെനിക്ക് പണ്ട് വയറിന് എന്തെങ്കിലും അസുഖം വരുമ്പോഴേ അമ്മമ്മ ഇതായിരുന്നു ഉണ്ടാക്കി തരുന്നത്. ഞാനേ ഇതൊന്ന് കഴുകി എടുത്തോണ്ട് വരേ. ഒരു കാര്യം ചെയ്യും, അപ്പോഴത്തേനും അതിന്റെ നാരങ്ങയുടെ എല്ലാം ജ്യൂസ് ഒന്ന് എടുത്ത് വയ്ക്കും. അത് ആവശ്യമുണ്ട്. ഈ നാരങ്ങ നീരും ഇഞ്ചിയും മാത്രം മതി ചേച്ചി? അത് മതി. ഇഞ്ചി ഈ രീതിക്ക് നല്ല നൈസ് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്കേ ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ പാത്രം എടുക്കണേ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേണ്ടി സ്ലൈസ് ആക്കി വെച്ചിരുന്ന ഇഞ്ചി കുറച്ചങ്ങോട്ട് വെച്ച് കൊടുക്കാം. ശരി, നാരങ്ങ നീര് എന്തിനാ ചേച്ചി? ഇനിയുണ്ടോ? ആദ്യം നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമുക്കിത് വേണ്ടേ, ഇഞ്ചി നാരങ്ങാനീരിൽ മുങ്ങിക്കിടക്കണം. ഇനി എന്നിട്ട് ഇതെടുത്ത് കഴിക്കാവോ? കഴിക്കാറായിട്ടില്ല. ഇതിപ്പം നമ്മളിങ്ങനെ തന്നെ വെച്ചേക്കുക. നാളെ ആകുമ്പം ഈ നാരങ്ങാനീര് ഇഞ്ചിയിലേക്ക് കയറും. അപ്പം കുറച്ച് വറ്റിപ്പോവും. അപ്പം നമ്മൾ വീണ്ടും ഇത്രയും തന്നെ നാരങ്ങാനീര് നകക്കി ഒഴിക്കണം. അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ 7 ദിവസം ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നാരങ്ങാനീര് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. വേണ്ട, ഇത് ഞാൻ 7 ദിവസം വെച്ചിരുന്ന സാധനമാണ്. ഇതിൽ നിന്ന് മുമ്പേ ഒരെണ്ണം തന്നെ. ഇതിന് ഇത്രേ ഉള്ളൂ ബാക്കി. ഇത് നമുക്ക് വെറുതെ എടുത്തങ്ങ് കഴിക്കരുത്. വയറിന് എന്തേലും ഇങ്ങനെ ഗ്യാസ് ട്രബിള് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ മാത്രമേ കഴിക്കാവുള്ളൂ. പിന്നെ ഒരുപാട് ഈ അസിഡിറ്റി പ്രശ്നമുള്ളവർ കഴിക്കരുത്. കാരണം ഇഞ്ചിയാ നമുക്ക് വയറെരിയുകയൊക്കെ ചെയ്യും. ആഹാരമൊക്കെ കഴിച്ചിട്ടൊരു ഗ്യാസ് കയറുന്ന പോലത്തെ ഒരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ഇതേലും ഒരു കഷ്ണം കഴിക്കാം. ഇത് കഴിച്ചിട്ട് നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമുക്കിങ്ങനെ ഒരു ടിന്നിനകത്തിലെങ്ങനെ ആക്കി വെച്ചിരുന്നാലേ എവിടെയെങ്കിലും പുറത്തൊക്കെ യാത്രയൊക്കെ പോകുമ്പോഴേ നമ്മൾ കൂടുതൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോഴല്ലേ നമുക്ക് ഈ പ്രശ്നം വരുന്നത്. അന്നേരം നമുക്കിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതേലെ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല.